ശരി, നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂൾ അല്ല ഫോർത്ത് മൊഡ്യൂളിലെ ഫോർത്ത് മൊഡ്യൂളിലെ പ്രൊജക്റ്റൈൽ മോഷൻ അല്ലെ, പ്രൊജക്റ്റൈൽ മോഷൻ നോക്കാം. പ്രൊജക്റ്റൈൽ മോഷൻ എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ? നമ്മൾ നോക്കിയതാണ് അല്ലെ, ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് തന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. അപ്പോ കുറച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങ് ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രൊജക്റ്റൈൽ മോഷൻ എക്സാമ്പിള് ആയിഷ ഇപ്പൊ പറയും. ആയിഷ ഇല്ല, ആയിഷ ഇല്ലേ? താരാനാഥ് പ്രൊജക്റ്റൈൽ മോഷന്റെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ പ്രൊജക്റ്റൈൽ മോഷന്റെ എക്സാമ്പിൾ? പ്രൊജക്ഷൻ പറഞ്ഞോ. പ്രൊജക്റ്റൈൽ മോഷന്റെ എക്സാമ്പിൾ ജാവലിൻ ത്രോ, പ്രൊജക്റ്റൈൽ മോഷന്റെ എക്സാമ്പിൾ. ഓക്കെ, ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോഴേ അല്ലെ പോകുന്ന പാത്ത് പ്രൊജക്റ്റൈൽ മോഷൻ ആണ്. പ്രൊജക്റ്റൈൽ ട്രജക്ടറി, അതിന്റെ പാത്തിനെയാണ് നമ്മൾ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോ മിസൈൽ അല്ലെ. അപ്പോ അതിന്റെയൊക്കെ ഇപ്പൊ നമ്മൾ അത് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എത്ര റേഞ്ചിൽ അതൊക്കെ പോകാം അല്ലെ. എത്ര റേഞ്ചിൽ നമ്മളിപ്പോ ഇത്ര ആംഗിളിൽ വെച്ചാൽ അത് ഇത്ര റേഞ്ചിൽ നമുക്ക് ഒരു മിസൈൽ വിട്ടാൽ അങ്ങ് പോവാം. അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കലി ഇപ്പം ഫുട്ബോൾ കളിക്കുമ്പോഴും ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഒന്നും നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ടെക്നിക്കലി നമ്മൾ വേറെ എന്തിനേലും അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ ആർമിയിലും നേവിയിലും ഒക്കെ ഇതേപോലെ യുദ്ധം വരുമ്പോഴൊക്കെ അവര് മിസൈലും ഇതൊക്കെ വിടുമ്പോൾ അത് എത്ര റേഞ്ചിൽ അവിടെ ഏതൊക്കെ പോയിന്റിൽ അത് ചെന്നെത്തും, അതൊക്കെ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇത് ഇത്രയും കൂടെ ഈ എല്ലാ സംഭവങ്ങളും ചേരുന്ന ഈ ഹൊറിസോണ്ടൽ റേഞ്ച്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ട്രജക്ടറി, പിന്നെ ഈ സ്പേസിലായാലും നമ്മുടെ ASRO അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രൊജക്റ്റൈൽ മോഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള സംഭവമാണ്. അപ്പൊ അതൊക്കെ എഞ്ചിനീയേഴ്സ് പഠിച്ചിരിക്കേണ്ട സംഭവം. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പിന്നെ നെയിമും കാര്യങ്ങളും, എത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുക, അത് പോട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഒരു ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ഇതിനൊരു ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അല്ലേ, ഈ പോയിന്റിൽ നിന്ന് ഇത് ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി ഞാൻ ഇവിടുന്ന് ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഞാനൊരു ബോൾ ത്രോ ചെയ്യുമ്പോൾ വീഴുന്ന ആ പാത്ത് അല്ലേ, ഈ പാത്തിനെയാണ് ഞാൻ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പോയിന്റ് കണ്ടല്ലോ, ഈ ഒരു പോയിന്റും കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് ഈ ട്രജക്ടറി വരെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ റേഞ്ച് എന്ന് പറയുന്നത് എന്തുവാ? റേഞ്ച് എന്ന് പറയുന്നത് അത് ഗ്രൗണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഈ ഒരു ലൈൻ, ഈ ഒരു പ്രൊജക്ടറി അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് തൊട്ട് അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ചെയ്യുന്ന ആ ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ ഇങ്ങോട്ട് വരച്ചാൽ അതും ഈ ഒരു ഗ്രൗണ്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഗ്രൗണ്ട് വരെയുള്ള ഗ്രൗണ്ട് വരെ അല്ല, ഈ ഒരു ബോള് ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും തിരിഞ്ഞു പോലെ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് നമ്മുടെ ട്രജക്ടറി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇത് ട്രജക്ടറിയാ. അത് ഈ ബോൾ താണ്ട ഇവിടുന്ന് ഈ ഒരു പാത്ത് ഗ്രൗണ്ടിൽ വരെ ഹിറ്റ് ചെയ്യും.
ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് മാറി ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൽ നിന്ന് ഞാൻ ഇറങ്ങിയാന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് പ്രൊജക്ഷന് ട്രജക്ടറിന്ന് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ചും. പക്ഷെ അവിടുന്ന് ആ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് പിന്നെ എവിടാണോ ആ ബോൾ ചെന്ന് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്, ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഞാൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ റേഞ്ചും രണ്ടും രണ്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ ബോൾ എറിയുമ്പോൾ ഒരു വെലോസിറ്റിയിലാണല്ലോ എറിയുന്നത്. ആ വെലോസിറ്റിയെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വെലോസിറ്റി ഞാൻ ഇങ്ങനെ v0 യുന്നോ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണം. ഓക്കെ, the projectile which is projected into space at an angle to the horizontal is called projectile. അതാണ് projectile. Path traced by the projectile is called trajectory. Path traced by the projectile. ആ പ്രൊജക്ടൈലിന്റെ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രജക്ടറി എന്ന് പറയുന്നത്. ഇത്ര ഈ ഒരു പാത്ത് ഇവിടം വരെയുള്ള പാത്തിനെയാണ്, ഗ്രൗണ്ടിൽ വരെ ഹിറ്റ് ചെയ്യുന്ന ആ പാത്തിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, the velocity with which the projectile is projected into space is called. അപ്പൊ ഞാൻ ഒരു വെലോസിറ്റിയിലായിരിക്കുമല്ലോ, ഞാനൊരു വെലോസിറ്റിയിലായിരിക്കുമല്ലോ, ഒരു ഡെഫിനിറ്റ് വെലോസിറ്റി, ഒരു നിശ്ചിത വെലോസിറ്റിയിലായിരിക്കുമല്ലോ ഞാൻ ബോൾ എറിയുന്നത്. ആ വെലോസിറ്റിയിലാണ് നമ്മള് സാർ ഒന്നും കേൾക്കുന്നില്ല സാർ ക്ലിയർ ആയിട്ട്. സ്ക്രീനും ശരിക്കും കാണാൻ പറ്റുന്നില്ല. ആർക്കും കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് മാത്രമായിരിക്കും, എനിക്കിപ്പോ ഒന്നും കാണലില്ല. കാണാം സാർ, പക്ഷെ കേൾക്കുന്നില്ല നല്ലോണം. is projected. ഇപ്പൊ കേൾക്കുന്നോ? ഇപ്പൊ കേൾക്കാം സാർ. Okay. The angle at which the projectile is projected is called the angle of. ഇപ്പൊ കേൾക്കുന്നില്ലെങ്കിലൊക്കെ പറയണം കേട്ടോ, എനിക്കൊന്നും റെസ്പോണ്ട് ചെയ്യണം നിങ്ങളെ കേട്ടോ. ഓക്കെ, the angle at which the projectile is projected is called the angle of projection. ആ angle of projection നമ്മൾ ആൽഫ എന്ന് വിളിക്കാം, തീറ്റ എന്ന് വിളിക്കാം, ഏത് ആംഗിളിനും വിളിക്കാം. ആ ഒരു ആംഗിളിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ചെയ്യുന്ന ഒരു ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. The time during which the projectile is in motion is called the time of flight. അതായത് ആ പ്രൊജക്ടൈൽ മോഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ആ ടൈം ഡ്യൂറിങ് ദ പ്രൊജക്ടൈൽ ഈസ് ഇൻ മോഷൻ. അതായത് ആ മോഷൻ എപ്പോ വരെ ആ പ്രൊജക്ടൈൽ അതിനൊരു മൂവ്മെന്റ് ഉണ്ട്, അവിടം വരെ ഉള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഇവിടം വരെ ഈ ഗ്രൗണ്ടിൽ വരെ എത്തുന്ന ടൈമിനെയാണ് ആ ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ മാത്രമല്ല നമ്മൾ ഒരു വെർട്ടിക്കലിലും എറിയാം. അതായത് ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 90 ഡിഗ്രി ആയാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എങ്ങനെ എറിയുന്ന ബോള് ഇവിടുന്ന് നേരെ മേളിലോട്ടല്ലേ ബോൾ എറിയുന്നത് അല്ലേ. മേളോട്ട് എറിഞ്ഞിട്ട് ഈ സംഭവം താഴെ വരുമല്ലോ, ഈ ബോള് താഴെ വരുമല്ലോ. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് മോളിൽ വരെ ചെന്നിട്ട് താഴെ വരെ എത്തുന്ന ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടുന്ന് എറിഞ്ഞ് അവിടം വരെ എത്തുന്ന ടൈമിനെ അല്ല. ആ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെത്തുന്ന, തിരിച്ച് നമ്മുടെ കയ്യിലെത്തുന്ന, ബോൾ എറിഞ്ഞ് നമ്മുടെ കയ്യിലെ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെത്തുന്ന സമയം വരെയുള്ള ടൈമിനെയാണ്, അല്ല അത് എത്തുന്ന വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും തിരിഞ്ഞു പോകരുത്. നമ്മൾ വെർട്ടിക്കലി എറിയുമ്പോൾ എറിഞ്ഞു തിരിച്ച് നമ്മുടെ ഗ്രൗണ്ടിൽ വരും അല്ലെങ്കിൽ കയ്യിൽ വരും, ആ സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, it is the interval of time at which the projectile is projected and it hits the ground. അതാ പറഞ്ഞത്. റേഞ്ച് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പൊ റേഞ്ചും ഹൊറിസോണ്ടൽ റേഞ്ചും ഇത് രണ്ടും തിരിഞ്ഞു പോകാതാർക്കും. റേഞ്ച് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് പോയിന്റ് വേർ ദ പ്രൊജക്ടൈൽ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്. കണ്ടോ, അതാണ് റേഞ്ച്. ഓക്കെ,
അപ്പോ റേഞ്ച് ഈസ് ദ ഹൊറിസോണ്ടൽ. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? കേൾക്കാം സർ. ഓക്കെ ഓക്കെ ആ ശരി. റേഞ്ച് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് പോയിന്റ് വേർ ദ പ്രൊജക്ടൈൽ സ്ട്രൈക്സ് ഗ്രൗണ്ട്. അപ്പോൾ ഇതാണ് റേഞ്ച്. റേഞ്ച് ഒന്നുകൂടെ ഞാൻ പറയാൻ, നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് പ്രൊജക്ട്, റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്റ്റൻസ് ഇതാണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള ഈ ഒരു പ്രൊജക്ഷനിൽ നിന്ന് വെർട്ടിക്കൽ ഒരു ലൈൻ വരച്ച് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അത് ഗ്രൗണ്ട് വരെ ഹിറ്റ് ചെയ്യണം. മനസ്സിലായി? ഗ്രൗണ്ട് വരെ ഹിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇതാണ്ട് റേഞ്ച് ഇസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് between the point of projection, point of projection and the point where the projectile strikes the ground. Projectile strikes the ground. അതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് പോയിന്റ് വേർ ദ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ മീറ്റ്സ് ദ ട്രജക്ടറി. ആ ട്രജക്ടറി മീറ്റ് ചെയ്യുന്ന. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് ഗ്രൗണ്ടിൽ എവിടാണോ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന അവിടം വരെയുള്ള ഡിസ്റ്റൻസിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഏതാണ്ട് ഈ ഒരു ട്രജക്ടറി വരെ മീറ്റ് ചെയ്യുന്ന ഈ ലൈൻ വരെയുള്ള ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ട്രജക്ടറിയിൽ നിന്ന് എവിടാണോ മീറ്റ് ചെയ്യുന്നത്, ട്രജക്ടറി മീറ്റ് ചെയ്താൽ മതി ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ. പക്ഷെ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഗ്രൗണ്ട് ആ പോയിന്റ് ഓഫ് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന പോയിന്റും പോയിന്റ് ഓഫ് പ്രൊജക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ വെർട്ടിക്കലി ഇൻ ടു ദ സ്പേസ്. അപ്പോ വെർട്ടിക്കലി ഇൻ ടു ദ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്ഷൻ അല്ലെ? ഇതാണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ. ഇതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എങ്ങനെ അറിയും? മുകളിലേക്കല്ലേ അറിയുന്നേ അല്ലെ? വെർട്ടിക്കലി അപ്വേർഡ് അല്ലേ? ഇതാണ് ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് 90 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ ഇങ്ങനല്ലേ അറിയുന്നത്? ഓക്കെ. അപ്പൊ അങ്ങനെ അറിയുമ്പോൾ ഉള്ള ഇക്വേഷൻ, അതായത് റേഞ്ചിന്റെ ഇക്വേഷനും ടൈമിന്റെ ഇക്വേഷനും കണ്ടുപിടിക്കാം. ലെറ്റ് യു ബി ദ വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ഷൻ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ഓക്കെ, സമ്മതിച്ചു. ഇനി ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു ബോൾ എടുത്തെറിയുമ്പോൾ ഇവിടെ വരും. അതായത് യു വെലോസിറ്റി തുടങ്ങി വി വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി വരെ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. പിന്നെ എന്തായാലും സംഭവം തിരിച്ചു വരണമല്ലോ, നമ്മൾ എറിയുന്ന സാധനം. അപ്പൊ ഗ്രൗണ്ടിൽ വരെ ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരണം അല്ലെ ബോൾ ആകുമ്പോൾ. അപ്പോ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇതായിരിക്കും എച്ച് മാക്സ്, ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി the velocity of a particle at a certain height can be obtained by using the relation. ഇനി velocity of a particle at a certain height can be obtained. അപ്പൊ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിക്കേ, വെലോസിറ്റി. അപ്പൊ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി, ഹൈറ്റും, അപ്പൊ ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി, ഹൈറ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് v square is equal to u square minus 2as എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എസിന് പകരം ഇവിടെ എന്താ? ഹൈറ്റ് ആണ്. നമ്മൾ ഹൈറ്റ് ആണ് നോക്കുന്നത്. അപ്പൊ v square is equal to u square minus 2as അല്ലെ? അപ്പൊ v square is equal to u square minus 2as. അതായത് എന്താ? നമ്മള് ബോൾ എങ്ങോട്ടാ? ഗ്രാവിറ്റിക്ക്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ബോൾ എറിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മൈനസ് എടുത്തു, അല്ലെങ്കിൽ പ്ലസ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ when h is equal to h max, ഹൈറ്റ് മാക്സിമം ഹൈറ്റിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും ഇവിടെ? ഇറ്റ്സ് 0. ഫൈനൽ വെലോസിറ്റി v is equal to 0 ആയിരിക്കും. അപ്പൊ v 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? u square minus 2h മാക്സ്, ഹൈറ്റ് മാക്സ് കിട്ടും. ഹൈറ്റ് നമുക്ക് എന്ത് വേണം? മാക്സിമം ഹൈറ്റിലുള്ള സംഭവം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിട്ടു h max is equal to u square by 2gh ആയി. ഇത് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് വെർട്ടിക്കലി അപ്വേർഡ് നമ്മൾ ഒരു പ്രൊജക്ഷൻ കൊടുത്താൽ, പ്രൊജക്ടൈൽ മോഷൻ കൊടുത്താൽ അവിടെ കിട്ടുന്ന മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് u square by 2gh. മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ എന്താണ്? ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം എന്താ? നമ്മൾ ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയി എറിയുന്നത്.
അപ്പൊ നമ്മൾ ഇവിടുന്ന് എറിയുന്നത് മാക്സിമം വെലോസിറ്റി യു മാക്സിമം വെലോസിറ്റിയിൽ എറിഞ്ഞ വിയിൽ ഇവിടെ എത്തുമ്പോൾ എന്താവും? അതിന്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ബിക്കോസ് വി ആർ ത്രോയിങ് ദ ബാൾ എഗെയിൻസ്റ്റ് ആ ഗ്രാവിറ്റി. ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ് എറിയുന്നത്. അതുകൊണ്ടാണ് വി 0 ആവുന്ന എടുക്കുന്നത് കേട്ടോ. ഇവിടുന്ന് മാക്സിമം വെലോസിറ്റി നമ്മൾ ത്രോ ചെയ്യും. ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് വി 0 ഒക്കെ എടുത്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് പറയുമ്പോൾ ദ ടൈം ടു അറ്റൈൻ. അപ്പോൾ നമ്മൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വെർട്ടിക്കലി അപ്പേർഡ് എറിയുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ ഇൻ ടു സ്പേസ് ആവുമ്പോൾ നമ്മുടെ മാക്സിമം ഹൈറ്റിലുള്ള ഇക്വേഷൻ ആണ് യു സ്ക്വയർ ബൈ 2gh. ഇത് ഒന്നുകിൽ നിങ്ങൾ മറന്നു പോയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സംഭവമാണ് ഇത്. ചിലപ്പോൾ 3 മാർക്കിന് ചിലപ്പോൾ ഡെറിവേഷൻ ചോദിച്ചാലാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. ഡെറിവേഷൻ വിട്ട് ഒരു കളിയും ഞാനില്ല. ഡെറിവേഷൻ പഠിപ്പിച്ചേ ഞാൻ എന്തായാലും ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിക്കത്തുള്ളൂ. അത് ടൈം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ പഠിപ്പിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഒരിക്കലും ഒരു ഇക്വേഷനും ബൈഹാർട്ട് ആക്കി പഠിക്കാൻ പാടില്ല. ബൈഹാർട്ട് ആക്കി പഠിച്ചാലും ഈ ഒരു സംഭവം പഠിച്ചിരിക്കണം. എന്നാലേ നമുക്കിപ്പോൾ മറന്നു പോയെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സംഭവം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഈ ഇക്വേഷൻ എടുത്ത കാരണം എന്താ? ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് ഹൈറ്റ്. ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് ഹൈറ്റ് ഇത്രയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ എടുത്തത്. അവിടെ നിന്നാണ് നമ്മൾ എച്ച് മാക്സ് കണ്ടുപിടിച്ചത് കേട്ടല്ലോ. എച്ച് മാക്സ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ടൈം ടു അറ്റൈൻ മാക്സിമം ഹൈറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് ദ റിലേഷൻ. അപ്പോൾ ഇനി ടൈം കണ്ടുപിടിക്കണം ഇല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റും കണ്ടുപിടിക്കണം. ടൈം ടു അറ്റൈൻ ദ മാക്സിമം ഹൈറ്റ്. കണ്ടോ, മാക്സിമം ഹൈറ്റ് വരെ എത്താനുള്ള ടൈമാണ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഹൈറ്റ് കിട്ടാനുള്ള. അപ്പൊ അതിന് നമ്മൾ ഇക്വേഷൻ എടുക്കുക. വി ഈസിക്കൽ ടു യു മൈനസ് 80. ഈ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ എച്ച് ഈസിക്കൽ എച്ച് മാക്സ്, കാരണം മാക്സിമം ഹൈറ്റ് വരെ എത്താനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. വി ഈസിക്കൽ 0 ആന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റം ഇല്ല. വി 0 ആക്കി യു മൈനസ് ജി ടി ഇട്ട് കൊടുത്താൽ നമുക്ക് ടൈം കിട്ടും യു ബൈ ജി. ടി ഈസിക്കൽ യു ബൈ ജി. മനസ്സിലായോ? അപ്പോ സംഭവം ഇപ്പൊ എന്ത് മനസ്സിലായി? മാക്സിമം ഹൈറ്റിൽ എത്താനുള്ള ടൈം കണ്ടുപിടിക്കുന്നതാണ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, 9.81 ഇട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടൈം ടു അറ്റൈൻ ദ മാക്സിമം ഹൈറ്റ് വരെ കണ്ടുപിടിക്കും. അപ്പൊ ഇവിടം വരെ ആയി ഇല്ലേ? ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? രണ്ടും തിരിഞ്ഞു പോരുത്. ഇത് മാക്സിമം ഹൈറ്റ് വരെ എത്താനുള്ള ടൈം. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ? ഫ്ലൈറ്റ് ടൈം എന്തായിരിക്കും? ഇത് അങ്ങോട്ട് പോയി തിരിച്ച് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യണം, എന്നാലേ നമുക്ക് അടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ ഒക്കത്തുള്ളൂ അല്ലെ? അപ്പൊ ഇത് മുകളിലേക്ക് പോയി താഴോട്ട് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വരെയുള്ള ടൈം തന്നെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അത് ഫ്ലൈ ചെയ്യുമല്ലേ, അങ്ങോട്ട് പോകുന്ന മാത്രമാണോ ഫ്ലൈറ്റ്? അല്ല, തിരിച്ച് ഗ്രൗണ്ടിൽ എത്തുന്ന വരെ ഫ്ലൈറ്റ് ആണ്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 2 into t ചെയ്താൽ മതി. 2 into t ചെയ്താൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം. അതായത് അവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്നവരെയുള്ള ടൈം t ഈസിക്കൽ 2t. അതായത് 2u by g is the time of flight. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇത്ര ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഒരു വെർട്ടിക്കലി ഇൻ ദ പ്രൊജക്ഷൻ ഈസ് വെർട്ടിക്കലി. പറഞ്ഞോ, ആരാ പറഞ്ഞോ? കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ. പിന്നെന്താ പ്രശ്നം എന്താ? ഓക്കെ, അപ്പൊ ഇത്ര ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തുവായിരുന്നു? എച്ച് മാക്സ് യു സ്ക്വയർ ബൈ എച്ച് മാക്സ് എന്തുവായിരുന്നു? യു സ്ക്വയർ ബൈ 2g h ആയിരുന്നു എന്താ പറഞ്ഞ നമ്മുടെ എച്ച് മാക്സ്. ഇത് ടൈം ടു അറ്റൈൻ ദ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യു ബൈ ജി ആണ്. 2 into u by g ചെയ്താൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി. ഇക്വേഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരാൾ വന്നിട്ട് ബോൾ ഹിറ്റ് ചെയ്യാണ്. ഒരു ബോൾ ഇവിടെ നിന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ
ഇതൊരു ഒരു ഹൈറ്റിൽ നിന്നാണ് എൻ്റെ ഹിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റിൽ നിന്ന് ഒരാൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബോളിന്റെ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? മേളോട്ട് എന്തായാലും പോത്തില്ലല്ലോ. ഓക്കെ, ന്യൂട്ടൺ പറഞ്ഞു മേളോട്ട് പോത്തില്ല എന്നല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് താഴോട്ട് വരും. അപ്പോൾ ഈ ബോൾ താഴോട്ട് വന്നത് ഇതാണ് ഇതിന്റെ ആക്ച്വൽ പ്രൊജക്ടൈൽ പാത്ത് അല്ലെങ്കിൽ ട്രജക്ടറി എന്ന് പറയുന്നത് ഇതാണല്ലോ. ഇതാണ് ആ പോർഷൻ അല്ലെ. ഇവിടെ ബോൾ ഹിറ്റ് ചെയ്താൽ ഇത് വരുന്ന പാത്താണ് ഈ പാത്ത്. ഇതിനെയാണ് നമ്മൾ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കിക്കേ, ഇത് യു വെലോസിറ്റിയിലാണ് ഹിറ്റ് ചെയ്തത്. യു വെലോസിറ്റിയിലാണ് ഹിറ്റ് ചെയ്തത്. അപ്പോ ഈ യു വെലോസിറ്റിയിൽ ഹിറ്റ് ചെയ്യുമ്പോ ഇവിടെ ഒരു വെർട്ടിക്കൽ, അപ്പൊ ഇതിന് ഈ ഒരു എല്ലാ പോയിന്റിനും എന്തുണ്ട്? എല്ലാ പോയിന്റിനും അതിന് വെലോസിറ്റി ഉണ്ടല്ലോ. വെലോസിറ്റി ഇല്ലാതിരിക്കത്തില്ല അല്ലെ, വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇവിടെ ഒരു വെലോസിറ്റി റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? ഇവിടെ യു കോസ് ആൽഫ കിട്ടും അല്ലെ, യു കോസ് ആൽഫ കിട്ടും. ഇവിടെ എന്ത് കിട്ടും? യു സൈൻ ആൽഫയും കിട്ടും അല്ലെ. ഹൊറിസോണ്ടൽ നമ്മളൊരു പഠിച്ചിട്ടുണ്ട്. നമ്മൾ യു എന്നുള്ള ഇത് ഇങ്ങനൊരു യു എന്നുള്ള സംഭവം എന്താ റിസോൾവ് ചെയ്താൽ അല്ലെ, റിസോൾവ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? ഫോഴ്സ് റിസോൾവ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? യു കോസ് ആൽഫയും കിട്ടും അല്ലെ. ഹൊറിസോണ്ടലിൽ റിസോൾവ് ചെയ്ത യു കോസ് ആൽഫയും കിട്ടും. വെർട്ടിക്കലി റിസോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു സൈൻ ആൽഫയും കിട്ടും. ഓക്കെ, അപ്പോ ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് റിസോൾവ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടലി നമുക്ക് യു കോസ് ആൽഫയും വെർട്ടിക്കലി യു സൈൻ ആൽഫയും കിട്ടും. മനസ്സിലായോ? അപ്പോ എല്ലാ പോയിന്റിനും ഇതുണ്ട് കേട്ടോ. ഏത് പോയിന്റ് എടുത്താലും നമുക്ക് റിസോൾവ് ചെയ്താൽ എന്ത് കിട്ടാൻ പറ്റും? യു കോസ് ആൽഫയും കിട്ടും, യു സൈൻ ആൽഫയും കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ടോ, ഇത് വെർട്ടിക്കലി ഇത് സംഭവം ഇങ്ങനല്ലേ സംഭവം വരുന്നത്. അപ്പൊ യു കോസ് ആൽഫ ഇവിടെ എല്ലാ ട്രജക്ടറിലെ എല്ലാം വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് യു കോസ് ആൽഫ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ. പക്ഷെ യു സൈൻ ആൽഫയോ? യു സൈൻ ആൽഫ എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പോ ഞാൻ ഇവിടുന്ന് ഞാൻ ബോള് ഹിറ്റ് ചെയ്യാണ്. ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മാക്സിമം ഹിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും വെലോസിറ്റി. ഇനി ഇത് ഇങ്ങനെ ബോൾ താഴോട്ട് വീഴുമ്പോൾ ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് അല്ല, ഇറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി അല്ലെ. അപ്പോ യു ഇവിടെ 0 ആണെങ്കിൽ ഈ ബോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കിന് എന്തായിരിക്കും? യു മാക്സിമം ആയിരിക്കും. അതായത് വെലോസിറ്റി മാക്സിമം ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ യു സൈൻ ആൽഫ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ഇവിടുന്ന് ഇവിടെ സീറോ വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും വെലോസിറ്റി ഇങ്ങനെ. പക്ഷെ യു കോസ് ആൽഫ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താ? ഹൊറിസോണ്ടൽ ഈ ഒരു ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. അത് വെർട്ടിക്കൽ ഡയറക്ഷൻ, വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. യു കോസ് ആൽഫ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. യു സൈൻ ആൽഫ എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. യു സൈൻ ആൽഫ കാരണം എന്താ? ഇവിടുന്ന് നമ്മൾ ബോൾ തട്ടുമ്പോൾ മാക്സിമം ഇവിടുന്ന് ബോൾ തട്ടുമ്പോൾ നമ്മൾ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് എന്താ? മാക്സിമം വെലോസിറ്റിയിലായിരിക്കും ഇത് വരുന്നത്. കേട്ടല്ലോ? അപ്പൊ അങ്ങനെ. അപ്പോ ഇവിടെ നോക്കിക്കേ, വെർട്ടിക്കൽ മോഷൻ. അപ്പോ ഇവിടുന്ന് നമുക്ക് അപ്പൊ ഈ ഒരു മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസിന് നമുക്ക് 2 ഇക്വേഷൻസ് വേണം. അപ്പോ അതിൻ്റെ അകത്ത് വെർട്ടിക്കൽ മോഷൻ, വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ എന്തുവാ? യു സൈൻ ആൽഫ വെലോസിറ്റി. അപ്പോ h is equal to ut plus half gt square ഇക്വേഷൻ നോക്കിയാല് ഞാൻ പറഞ്ഞു. ഇനി വെർട്ടിക്കലി മോഷൻ ആണ്. വെർട്ടിക്കലി യു എന്തായിരിക്കും? 0 ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി, പക്ഷേ ഇവിടെ ഫൈനൽ വെലോസിറ്റി എപ്പോഴും മാക്സിമം ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിക്ക് ഇവിടെ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ വന്ന് എന്താ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ് എറിഞ്ഞാലോ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി. ഫൈനൽ വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ നമ്മൾ മേളിൽ നിന്ന് എറിഞ്ഞാൽ
ഇനിഷ്യൽ വെലോസിറ്റി 0യും ഫൈനൽ വെലോസിറ്റി എപ്പോഴും മാക്സിമം ആയിരിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ യു എപ്പോഴും 0 ആയിരിക്കും. ut പ്ലസ് ഹാഫ് ജി ടി സ്ക്വയറിൽ ഹാഫ് ജി ടി സ്ക്വയർ വന്നു. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ ടി കണ്ടുപിടിക്കണം. ഓക്കെ, ടി കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ ഇത് യു എന്തായാലും 0 ആകുമ്പോ ഇതങ്ങ് പോവുമല്ലോ. അപ്പോ എന്ത് കിട്ടും? 2g/h കിട്ടും. 2√2h/g കിട്ടും. √2h/. അതാണ് ടി, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുന്ന് ഇവിടം വരെ എത്താനുള്ള ടൈം, അത്രേ ഉള്ളൂ. വേറെ തിരിച്ചൊന്നും പോകുന്നില്ല. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഫോർ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് √2gh/g. അപ്പൊ ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ut പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. രണ്ടിടത്തും എടുക്കുന്ന ഇക്വേഷൻ വെർട്ടിക്കൽ മോഷൻ. അപ്പൊ ഹൊറിസോണ്ടലി എടുക്കുന്ന ഇക്വേഷൻ ആണ് ut പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഹൈറ്റ് അറിയാം, പിന്നെ ടൈം ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ഏതെടുത്തു? ut പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എടുത്തു. ഇനി s ഈക്വൽ ടു ut പ്ലസ്, അപ്പൊ s എന്ന് പറയുന്നത് എന്താ? ഇവിടെ s ആണ്. s എന്ന് പറയുന്നത് എന്താ? അല്ല, s എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത് ഇവിടെ കേട്ടോ. ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്, കാരണം ഇവിടെ നിന്നുള്ള ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഹൊറിസോണ്ടൽ മോഷൻ, ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ വരുന്നത്? റേഞ്ച് ആ വരുന്നത് അല്ലെ. റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ r ഈക്വൽ ടു s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. അത് തന്നെ എടുക്കുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് റേഞ്ചാ. അതുകൊണ്ട് എസിന് പകരം r ഇട്ടു, റേഞ്ച് എടുത്തു. അത് മീറ്റർ അല്ലേ, എസ് ഡിസ്റ്റൻസ്, r റേഞ്ച് മീറ്റർ. ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇനി നോക്കിക്കേ, ഇത് ഹൊറിസോണ്ടൽ മോഷനാ. ഹൊറിസോണ്ടൽ മോഷൻ ആയിട്ട് കൺസിഡർ, ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടലി ദർ ഇസ് നോ മോഷൻ, ദർ ഇസ് നോ വെലോസിറ്റി. ഒരു വെലോസിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ എല്ലാം കോൺസ്റ്റന്റ് ആ ഹൊറിസോണ്ടലി. വെർട്ടിക്കലി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടുന്ന് റിസോൾവ് ചെയ്യുമ്പോഴും ഈ ഒരു കമ്പോണന്റ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആ. കാരണം ഹൊറിസോണ്ടലി ഹൊറിസോണ്ടലി എല്ലാം കോൺസ്റ്റന്റ്, യു കോസ് ആൽഫ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാ നമ്മള്? ആക്സിലറേഷൻ ഉണ്ടോ അവിടെ? ഇല്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. പക്ഷെ ഇവിടെ വെലോസിറ്റിക്ക് ടൈമിനനുസരിച്ച് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, കോൺസ്റ്റന്റ്. അതുകൊണ്ട് അത് 0 ആവും. a 0 ആയിട്ട് a 0 ആകുമ്പോൾ ഈ കമ്പോണന്റ് അങ്ങ് പോകും. r ഇസിക്കലി ut എന്നേ ഉള്ളൂ. ടൈം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പൊ റേഞ്ച് ഇസിക്കലി ut. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. വെലോസിറ്റിയെ ടൈം കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റേഞ്ച് കിട്ടും. നോക്കിയാൽ മതി. യു എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡാ അല്ലെ, ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡാ, എസും പോവും, മീറ്റർ ആയി. കണ്ടോ? റേഞ്ച് എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു ടി ആ, അതായത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ut. അതും കൂടെ ഓർത്ത് വെച്ചോണം. നമ്മൾ കണക്ട് ചെയ്ത് പ്രോബ്ലത്തെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ഓർത്തോണം. ഇനി ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതാണ്ട് √2h/g. അപ്പൊ u ഈക്വൽ ടു അല്ല r ഈക്വൽ ടു u ഇൻറ്റു √2h/g. അപ്പൊ ഇതാണ് റേഞ്ചും ടൈമും. ഓക്കെ അല്ലേ? അപ്പോൾ അതും ക്ലിയർ ആയി. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചോണം, അല്ലെങ്കിൽ മറന്നുപോയാൽ നിങ്ങൾ ഡെറിവേഷൻ നോക്കിക്കോണം. ഓക്കെ. ഇനി ഒരു സംഭവം കൂടെ ഉണ്ട്, ഇൻക്ലൈൻഡ് പ്രൊജക്ടൈൽ ഓൺ എ ലെവൽഡ് ഗ്രൗണ്ട്. ഇൻക്ലൈൻഡ് പ്രൊജക്ടൈൽ ഓൺ എ ലെവൽഡ് ഗ്രൗണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നിന്ന് ഒരു പ്രൊജക്ഷൻ. അതെ, അപ്പോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാം. അപ്പം ഒരു യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയെ നമ്മൾ റിസോൾവ് ചെയ്തെടുത്ത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നമ്മൾ റിസോൾവ് ചെയ്തെടുക്കുകയാണ് അല്ലെ. ഇതാണ് യു വെലോസിറ്റി. അപ്പൊ യു വെലോസിറ്റിയെ നമ്മൾ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ യു കോസ് ആൽഫ അല്ലെ, യു കോസ് ആൽഫയും എഴുതാൻ പറ്റുന്നില്ല, നോക്കണേ, യു കോസ് ആൽഫയും വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ യു സൈൻ ആൽഫയും. അപ്പോൾ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യും യു കോസ് ആൽഫയും, വെർട്ടിക്കലി യു സൈൻ ആൽഫയും. ഓക്കെ. അപ്പോൾ ഞാൻ അപ്പോ ഇവിടുന്ന് ഞാൻ ഇതിനെ റിസോൾവ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി. പക്ഷെ ഈ പോയിന്റിലും ഞാൻ റിസോൾവ് ചെയ്താൽ എങ്ങനെ ആയിരിക്കും? ഈ പോയിന്റിൽ ഞാൻ റിസോൾവ് ചെയ്താൽ എന്തായിരിക്കും? ഈ പോയിന്റിൽ എനിക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ഞാൻ റിസോൾവ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പൊ ഓരോ പോയിന്റിനും വെലോസിറ്റി ഉണ്ട്. ഓരോ പോയിന്റിലും ഞാൻ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്തെടുക്കും. ഓരോ പോയിന്റിലും ഞാൻ റിസോൾവ് ചെയ്തെടുക്കും. ഇങ്ങനെ റിസോൾവ് ചെയ്തെടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ സംഭവം നിങ്ങൾ നോക്കുമ്പോൾ പഠിക്കണം. അപ്പൊ നമ്മൾ മുമ്പേ ഞാൻ ഒരു ഹൈറ്റിൽ നിന്ന് ബോൾ എറിയുമ്പോൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു? 0 ആയിരിക്കും.
താഴോട്ട് വീഴുമ്പോൾ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ അതിന് മാക്സിമം വെലോസിറ്റി ആയിരിക്കും. പക്ഷേ വെർട്ടിക്കലി എറിയുമ്പോൾ, ഒരു ബോൾ എറിയുമ്പോൾ, ഞാൻ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് എറിയുമ്പോൾ ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. v = 0 ആയിരിക്കും. ഇനി ഞാൻ ഇങ്ങനെ ഒരു ബോൾ എറിയുമ്പോൾ, അതായത് ഇൻക്ലൈൻഡ് ലെവൽഡ് ഗ്രൗണ്ട്, ഈ ഒരു പാത്തിൽ ഞാൻ ഒരു ബോൾ എറിയുമ്പോൾ ഇതിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി എന്തായിരിക്കും? ഇവിടുന്ന് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ്, അല്ലെ? വെർട്ടിക്കലി എറിഞ്ഞില്ലെങ്കിലും ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി. അപ്പോ വെലോസിറ്റി ഇവിടുന്ന് ഇവിടം വരെ എന്തായിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും വെലോസിറ്റി. അറ്റ് മാക്സിമം ഹൈറ്റ് vertical velocity is 0 and the projectile has only horizontal velocity component. അതായത് ദാണ്ടെ ഞാൻ ഇങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ദാണ്ടെ ഇവിടുന്ന് ഞാൻ വെലോസിറ്റി ഇങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ, അതായത് ഹൊറിസോണ്ടലി സൈനും ഇവിടെ കോസും അല്ലേ? ഇത് വെർട്ടിക്കൽ വെലോസിറ്റിയും ഇത് ഹൊറിസോണ്ടൽ വെലോസിറ്റി കമ്പോണന്റ് അല്ലേ? ഇവിടെ വരുമ്പോ വെർട്ടിക്കൽ വെലോസിറ്റി കമ്പോണന്റ് എന്താവും? 0 ആവും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ എല്ലാം എന്തായിരിക്കും? വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി കമ്പോണന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താ? സംഭവം ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് വീഴുക. അപ്പൊ ഇവിടുന്ന് വരുന്ന എല്ലാ ഹൊറിസോണ്ടൽ കമ്പോണന്റും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ എന്താകത്തുള്ളൂ? ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇവിടുന്ന് വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. കാരണം അപ്പൊ ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? യു കോസ് യു സൈൻ ആൽഫയാണ്, അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ എന്താ ഇത് ഒന്ന് റിസോൾവ് ചെയ്താൽ യു കോസ് ആൽഫയും ഇതെന്തായിരിക്കും? യു സൈൻ ആൽഫ ആയിരിക്കും. യു സൈൻ ആൽഫ ആയിരിക്കും. അപ്പൊ യു കോസ് ആൽഫ കോൺസ്റ്റന്റും യു സൈൻ ആൽഫ എന്തായിരിക്കും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഹൈറ്റ് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോ നിങ്ങൾ വിചാരിക്കണം വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആവും. കാരണം എന്താ? എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഇങ്ങനെ വരുമ്പോ വെലോസിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ വരുമ്പോ വെർട്ടിക്കൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടായിരിക്കുമല്ലോ, വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി കമ്പോണന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റിലേ ഇത് വരത്തുള്ളൂ. ഇവിടെ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇവിടുന്ന് താഴോട്ട് വരുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഇവിടുന്ന് താഴോട്ട് വരിക, അപ്പൊ എന്താ? 0യിൽ നിന്ന് തുടങ്ങി വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഇവിടെ വരുമ്പോ മാക്സിമം ആവും. മനസ്സിലായല്ലോ? അപ്പോഴും എന്താ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ വെലോസിറ്റി കമ്പോണന്റ് ഇവിടെ എന്താ മാക്സിമം ആയിരിക്കും. ഇവിടെ 0 ആയിരിക്കും. ഇവിടുന്ന് തുടങ്ങും. ഓക്കെ, ഇവിടുന്ന് മാക്സിമം ആവും. മനസ്സിലായോ? ഓക്കെ. ഇനി വെർട്ടിക്കൽ വെലോസിറ്റി കമ്പോണന്റ് യു സൈൻ ആൽഫ അല്ലേ? ഹൊറിസോണ്ടലി യു കോസ് ആൽഫയും വെർട്ടിക്കലി യു സൈൻ ആൽഫയും. First it decreases and becomes 0 at a maximum height, then increases since it is in the direction of gravity. The magnitude of horizontal